Next subgroup in the subsection cyclic subgroups. Theorem subgroups in the section the second theorem. Let G be a group and let A element of G. H is equal to set A raised to n such that n element of Z is a subgroup of G and is the smallest subgroup of G that contains A. That is, every subgroup containing A contains H. H is equal to set A raised to n element of Z. A എന്ന് പറഞ്ഞാൽ ജിയിലെ ഒരു എലമെൻ്റാണ്, ഒരു ഗ്രൂപ്പിലെ എലമെൻറ്റ്. ദെൻ എയുടെ പവേഴ്സ് പോസിറ്റീവ് പവർ ഉണ്ട്, നെഗറ്റീവ് പവർ ഉണ്ട്, സീറോ ഉണ്ട്. പവേഴ്സിൻ്റെ കളക്ഷനാണ് എച്ച് എന്ന് പറയുന്നത്. എച്ച് ഇസ് ഈക്വൽ ടു സെറ്റ് എ റൈസ് ടു എൻ എലമെൻറ്റ് ഓഫ് ഇസഡ്. ദെൻ ഈ എച്ച് സബ് ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എയിൽ നമ്മുടെ ഗ്രൂപ്പ് ജിയിലെ ഒരു എലമെൻറ്റ് എ, ആ എയുടെ എല്ലാ പവേഴ്സിൻ്റെയും കളക്ഷൻ എടുത്തു. ദെൻ അതൊരു സബ് ഗ്രൂപ്പാണ് ജിയുടെ എന്ന് പ്രൂവ് ചെയ്യണം. And also it is the smallest subgroup that containing A contain ചെയ്യുന്ന ഏറ്റവും ചെറിയ സബ് ഗ്രൂപ്പ് ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എ കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ ഏത് സബ് ഗ്രൂപ്പ് എടുത്താലും അതിനെ കണ്ടെയ്ൻ ചെയ്യും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഇതൊരു സബ് ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ സബ് ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ തിയറം കണ്ടതാണ്. ഫസ്റ്റ് തിയറം സബ് ഗ്രൂപ്പിലെ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത സബ് ഗ്രൂപ്പാവും. ഫസ്റ്റ് കണ്ടീഷൻ അത് ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം. സെക്കൻഡ് ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റി എവിടെ ഉണ്ടായിരിക്കണം. തേർഡ് വൺ ആ ഗ്രൂപ്പിലെ ഒരു എലമെൻറ്റ് ഇൻവേഴ്സും ഈ സബ്സെറ്റിലുണ്ടായിരിക്കണം. നമുക്കത് ചെക്ക് ചെയ്യാം. ആദ്യം ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ എച്ചിലെ 2 എലമെൻറ്റ് നമ്മൾ ആർബിട്രറി ആയിട്ട് എലമെൻറ്റ്സ് എടുക്കുക. അപ്പം എ റൈസ് ടു എൻ ഫോമിലാണ് എച്ചിലെ എലമെൻറ്റ് ഓഫ് ഇസഡ്. സോ നമുക്ക് എച്ചിലെ 2 എലമെൻറ്റ് എ റൈസ് ടു ആർ, എ റൈസ് ടു എസ് 2 എലമെൻറ്റ് എടുത്തു, ആർ എസ് ഇൻറ്റിജേഴ്സ്. ദെൻ ക്ലോസ്ഡ് ആണ് ചെക്ക് ചെയ്യാൻ എ റൈസ് ടു ആർ ഇൻറ്റു എ റൈസ് ടു എസ് എടുത്താൽ ദാറ്റ് ഈസ് സെയിം ആസ് എ റൈസ് ടു ആർ പ്ലസ് എസ്. സോ എയുടെ ഒരു പവറാണ്, ആറും എസും ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ ആർ പ്ലസ് എസും ഇൻറ്റിജറാണ്. അപ്പോൾ എയുടെ ഒരു പവറായിട്ട് കിട്ടി, പവർ പോസിറ്റീവ് ഇൻറ്റിജർ. സോ അത് എച്ചിലെ എലമെൻ്റ് ആണ്. സോ എച്ച് ക്ലോസ്ഡ് ആണെന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എ റൈസ് ടു 0 ആണ് ഐഡൻറ്റിറ്റി. സോ അത് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് എച്ച്. അഗെയിൻ എ റൈസ് ടു ആർ എച്ചിലുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ റൈസ് ടു ആർ ഏതിനോട് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഐഡൻറ്റിറ്റി കിട്ടുക. അതായത് എ റൈസ് ടു 0 കിട്ടുക. എ റൈസ് ടു ആർ എ റൈസ് ടു മൈനസ് ആറിനോട് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് 0 കിട്ടുക. അതുപോലെ എ റൈസ് ടു മൈനസ് ആർ ഇൻറ്റു എ റൈസ് ടു ആർ ആണ് ഐഡൻറ്റിറ്റി. അപ്പോൾ എ റൈസ് ടു മൈനസ് ആർ എച്ചിലെ എലമെൻ്റ് ആണ്. സോ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തിയറം യൂസ് ചെയ്ത് നമുക്ക് പറയാം എച്ച് സബ് ഗ്രൂപ്പ് ആണെന്ന് പറയാം. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് എ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ് ഗ്രൂപ്പ് എച്ച് ആണെന്ന്. അതായത് എ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് സബ് ഗ്രൂപ്പ് എടുത്താലും അത് എച്ചിനെയും കണ്ടെയ്ൻ ചെയ്യണം. ഇപ്പോൾ സബ് ഗ്രൂപ്പ് ഓഫ് ജി കണ്ടെയ്നിങ് എ മസ്റ്റ്. ഇപ്പോൾ എ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സബ് ഗ്രൂപ്പ് ആണെങ്കിൽ എയുടെ എല്ലാ പവേഴ്സിനെയും കാരണം സബ് ഗ്രൂപ്പാണ്, ക്ലോസ്ഡ് ആണ്. അപ്പോൾ എ കണ്ടെയ്ൻ ചെയ്യുക എ ഇൻറ്റു എ സ്ക്വയറിനെ കണ്ടെയ്ൻ ചെയ്യണം. അഗെയിൻ എ സ്ക്വയർ ഇൻറ്റു എ ക്യൂബിനെ കണ്ടെയ്ൻ ചെയ്യണം. ക്ലോസ്ഡ് ആണ്. അതിനകത്ത് എച്ചിൽ ഏത് 2 എലമെൻ്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്താലും അതിൽ കാണണം. സബ് ഗ്രൂപ്പ് ആകുമ്പം ആ സബ് ഗ്രൂപ്പിലെ ഇപ്പം എ കണ്ടെയ്ൻ ചെയ്യുന്ന സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എ എത്ര പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്താലും അത് ആ ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിൽ തന്നെ കാണണം, ക്ലോസ്ഡ് ആയതുകൊണ്ട്. സോ എ റൈസ് ടു എൻ ആ സബ് ഗ്രൂപ്പിലുണ്ടായിരിക്കും ഏത് പോസിറ്റീവ് എടുത്താലും. അതുപോലെ നെക്സ്റ്റ് എ റൈസ് ടു 0 അതിലുണ്ടായിരിക്കും. കാരണം ഐഡൻറ്റിറ്റി എലമെൻറ്റ് സബ് ഗ്രൂപ്പ് ആകുമ്പോൾ ഐഡൻറ്റിറ്റി വേണം. അപ്പോൾ എ റൈസ് ടു 0യും സബ് ഗ്രൂപ്പിലുണ്ടായി. എ കണ്ടെയ്ൻ ചെയ്യുന്ന സബ് ഗ്രൂപ്പിൽ എ റൈസ് ടു 0യും ഉണ്ടായിരിക്കും. അതുപോലെ എയുടെ ഇപ്പോൾ എ റൈസ് ടു ആർ ഉണ്ടെങ്കിൽ എ റൈസ് ടു മൈനസ് ആറും വേണം. കാരണം അഡിറ്റീവ് ഇൻവേഴ്സ് സബ് ഗ്രൂപ്പാണ്, അഡിറ്റീവ് ഇൻവേഴ്സും വേണം. അപ്പോൾ നമുക്ക് എയുടെ എല്ലാ പവേഴ്സും എ കണ്ടെയ്ൻ ചെയ്യുന്ന സബ് ഗ്രൂപ്പിൽ എയുടെ എല്ലാ പവേഴ്സും പോസിറ്റീവ് പവറും നെഗറ്റീവ് പവറും 0യും എല്ലാ പവേഴ്സും വേണം. സോ ദാറ്റ് മീൻസ് എച്ചിനെ കണ്ടെയ്ൻ ചെയ്യണം. എ കണ്ടെയ്ൻ ചെയ്യുന്ന സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത് എച്ചിനെ കണ്ടെയ്ൻ ചെയ്തിരിക്കും. അപ്പോൾ എ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് സബ് ഗ്രൂപ്പ് എടുത്താലും എച്ചിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, എ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എച്ച് ആണ്. എച്ച് ഇറ്റ് സെൽഫ് ഒരു സബ് ഗ്രൂപ്പാണ്. സോ സ്മോളസ്റ്റ് വൺ എന്ന് പറയുന്നത് എച്ച് ആണ്.